ശശി തരൂർ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച അവസാനിച്ചു. മോദി ട്രംപ് കൂടിക്കാഴ്ചയെ പ്രശംസിച്ചതിനും ലേഖന വിവാദത്തിനും പിന്നാലെയായിരുന്നു തരൂരിനെ ഹൈക്കമാൻഡ് വിളിപ്പിച്ചത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തരൂർ മാധ്യമങ്ങളെ കണ്ടില്ല. വിവരങ്ങളുമായി അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തരൂർ മാധ്യമങ്ങളെ കണ്ടില്ലെങ്കിലും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയായിട്ടുള്ളത്? തരൂര് അനുനയ അല്ലെങ്കിൽ ഈ ഒരു ശ്രമങ്ങൾക്ക് വഴങ്ങിയിട്ടുണ്ടാവുമോ? അതിന് ഏകദേശം 1 മണിക്കൂറാണ് 10 ജൻപത്തിലെ സോണിയാഗാന്ധിയുടെ വസതിയിൽ തരൂർ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആദ്യം KC വേണുഗോപാലും ഈ ചർച്ചയിൽ പങ്കാളിയായിരുന്നു. അദ്ദേഹം ഏകദേശം അരമണിക്കൂറോളം ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷം മടങ്ങുകയായിരുന്നു. 1 മണിക്കൂർ ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം തരൂർ മാധ്യമങ്ങളെ കാണാതെയാണ് സോണിയാഗാന്ധിയുടെ വസതിയിൽ നിന്ന് പോയത്. പക്ഷേ രാഹുൽ ഗാന്ധിയും ഒപ്പമായിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് തരൂർ എത്തിയെന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തരൂർ ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. കാര്യങ്ങളുടെ വിശദാംശങ്ങൾ തരൂർ മല്ലികാർജ്ജുൻ ഖാർഗെയും ധരിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന വിവരങ്ങൾ. കാരണം നമുക്കറിയാം, ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ മോദിയെ പ്രശംസിച്ചതും അതുപോലെ തന്നെ ലേഖന വിവാദത്തിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് കേരളത്തിലെ സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കേന്ദ്ര നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നത്. സംസ്ഥാന നേതാക്കൾ തരൂർ രാജിവെക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ തരൂർ തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഒരു തരത്തിലും തയ്യാറായിരുന്നില്ല. തുടർന്നാണ് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് ശശി തരൂരിനോട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ആവശ്യപ്പെട്ടത്. ഇന്ന് വൈകുന്നേരം 5:20 ഈ കൂടിക്കാഴ്ച ആരംഭിക്കുന്നത്. ഏകദേശം 6:15 6:20 ഈ കൂടിക്കാഴ്ച അവസാനിക്കുന്നു. ഇതിന് പിന്നാലെ രാഹുലും അതുപോലെ തന്നെ തരൂരും ഒരുമിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. എന്തായാലും തരൂരിനെ അനുനയിപ്പിച്ചുകൊണ്ട് ഒപ്പം കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം തരൂരിനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ പിണക്കേണ്ട ആവശ്യമില്ല. ഈ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ ഒരു നിലപാട്. കാരണം സംസ്ഥാന നേതാക്കൾ കൃത്യമായി ഈ വിഷയത്തിൽ അതിർത്തി വ്യക്തമാക്കി ഹൈക്കമാൻഡിനടക്കം പരാതി നൽകിയിരുന്നു. എന്തായാലും തരൂരിന്റെ നിലപാടുകളെ തള്ളുന്നതിനൊപ്പം തന്നെ പക്ഷേ തരൂരിനെ ഒപ്പം കൂട്ടി ഒരുമിച്ച് അനുനയിപ്പിച്ചു കൊണ്ടുപോവുക. എന്തായാലും കുറച്ച് നിർദ്ദേശങ്ങളെല്ലാം രാഹുൽ ഗാന്ധി തരൂരിന് നൽകിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കോൺഗ്രസിന്റെ പ്രധാന നിലപാടെന്ന് പറയുന്നത് മോദി സർക്കാരിനെ എതിർക്കുക എന്നതാണ്. കാരണം ഈ പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് മോദിയുടെ അമേരിക്കൻ സന്ദർശനം അത് ഒരു ദുരന്തമായിരുന്നു എന്നാണ്. പക്ഷേ ഇതിനെ ഒരു കോൺഗ്രസ് നേതാവ് തന്നെ പ്രശംസിക്കുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ നൽകുന്ന സന്ദേശം അത് മറ്റൊന്നാകും. അതുകൊണ്ട് തന്നെ ഇത്തരം നിലപാടുകൾ ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം കൂടി ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചു എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തരൂരിനെ തള്ളണ്ട, തരൂരിനെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകാൻ തന്നെ ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ മാധ്യമങ്ങളെ കാണാതെയാണ് തരൂർ സോണിയാഗാന്ധിയുടെ വസതിയിൽ നിന്ന് പോയത്. ഇവിടെ നിന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ആതിര. ശരി, വിവരങ്ങൾ നൽകിയത് PR അരവിന്ദാണ്.